Hello friends, welcome back to my channel Slatum Pencilum. Did you enjoy today's class? Okay. Did you like the story of Vidyadhara? What was the idea of Vidyadhara to select a prince or princess? Okay. ഒക്കെ മനസ്സിലാക്കി നല്ല കുട്ടികളായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വർക്ക്ഷീറ്റ് നോക്കാം. Let us check what are the activities. Okay. The first activity is read the story. Read the story. നമ്മുടെ വിദ്യാധരയുടെ സ്റ്റോറി അല്ലേ ഇന്നെടുത്ത ഫുള്ള് യൂണിറ്റ് ഫുള്ള് വായിച്ചോ. സ്റ്റാർട്ടിങ് മുതലേ ഇന്നെടുത്ത ഫസ്റ്റ് മുതലേ ഈ സ്റ്റോറി നിങ്ങൾ നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് ഇരുന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി പ്രിപ്പയർ എ നോട്ടീസ്. പ്രിപ്പയർ എ നോട്ടീസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി 1 ആണ്. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദി പ്രിൻസ് ഓർ ദി പ്രിൻസസ്. The king ordered his men to prepare a notice for this announcement. Help them draft it. അപ്പം the child who grows the biggest, ഏത് കുട്ടിയാണോ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവരുന്നത് വളർത്തുന്നത് അവരായിരിക്കും പ്രിൻസ് ഓർ പ്രിൻസസ്. ദ കിങ് ഓർഡേർഡ് ഹിസ് മെൻ. കിങ് ഓർഡർ ചെയ്തു അല്ലെ, അദ്ദേഹത്തിന്റെ അനുയായികളോട് ഓർഡർ ചെയ്തു ഇത് നോട്ടീസായിട്ട് അച്ചടിച്ചിറക്കാൻ. സോ അത് നമ്മൾ വേണം ഡ്രാഫ്റ്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസ്സിൽ നോട്ടീസിന്റെ ഫോർമാറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഏജൻസിയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് എഴുതണം, നോട്ടീസ് ഉണ്ടാവും, ദെൻ ഡേറ്റ്, ഹെഡിങ്. ഓക്കെ, പിന്നെ നമ്മൾ അഭിസംബോധന ചെയ്യും അല്ലെ, അതാണ് അഭിസംബോധന ചെയ്യും. സർ അല്ലെങ്കിൽ ജനങ്ങളെ അല്ലെ. ഒരു നോട്ടീസ് തുടങ്ങുമ്പോൾ മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാന്യരെ, ജനങ്ങളെ, വിദ്യാർത്ഥികളെ. ഒരു സ്കൂളിൽ നിന്നുള്ള നോട്ടീസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, രക്ഷിതാക്കളെ, രക്ഷിതാവിനുള്ളതാണ്. ടു പാരന്റ്സ് ആണെങ്കിൽ ഡിയർ പാരന്റ്സ് അല്ലെ ഡിയർ സ്റ്റുഡൻസ് അല്ലെ. അപ്പൊ ആ അഭിസംബോധന ഉണ്ടാവും, പിന്നെ മാറ്റർ ഉണ്ടാവും, ദെൻ ലാസ്റ്റ് സിഗ്നേച്ചർ, നെയിം അല്ലെ. ഓക്കെ, ദെൻ ആർ യു റെഡി ടു മേക്ക് എ നോട്ടീസ്? അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ പാസ് ചെയ്ത് വെച്ചിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാതിരിക്കരുത്. നിങ്ങൾ കോപ്പി വെറുതെ നോക്കി പകർത്തി എഴുതുന്ന ഒരു ശീലം പറ്റില്ല. സോ നിങ്ങൾ സ്വന്തമായിട്ടൊരു നോട്ടീസ് എഴുതുക. ദെൻ നിങ്ങൾക്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത നോട്ടീസ് നോക്കിയിട്ട് ടീച്ചേഴ്സ് വേർഷനായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റൈറ്റിംഗ്, ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എഴുതുക. ഓക്കെ, എനിക്ക് ഇതെല്ലാം കൂടെ ഒരു സ്ലൈഡിൽ എഴുതിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സ്മോൾ ഫോണ്ട് സൈസ് വളരെ ചെറുതായിപ്പോൾ. സോ നിങ്ങൾക്ക് വലുതാക്കി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് സ്ലൈഡുകളാക്കിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ താഴെയായിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം. വിദ്യാധര കിങ്സ് പാലസ്, ഇത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി എവിടെയുള്ളതാണ്? ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? വിദ്യാധര കിങ്സ് പാലസ്. ദെൻ നോട്ടീസ്, ദെൻ ഡേറ്റ് ഉണ്ട്, ദെൻ സെലക്ടിങ് പ്രിൻസ് ഓർ ദി പ്രിൻസസ്. ഹെഡിങ് ആണ് അല്ലെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള തീം എന്താ? സെലക്ടിങ് പ്രിൻസ് ഓർ ദി പ്രിൻസസ്. നമ്മൾ രാജാവിനെയോ രാജകുമാരിയോ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ തീം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കാം. യു ക്യാൻ ഗിവ് ആസ് യു ലൈക്ക്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. പീപ്പിൾ. അവർ ഹോണറബിൾ കിങ് വിദ്യാധര വാസ്, നമ്മുടെ ഹോണറബിൾ ആയിട്ടുള്ള കിങ് വിദ്യാധര വാസ് ഡിസൈഡഡ്, തീരുമാനിച്ചിരിക്കുന്നു, ടു ഫൈൻഡ് എ പ്രിൻസ്, നിങ്ങളിൽ നിന്ന്, പ്രിൻസ് ഓർ പ്രിൻസസ് ഫ്രം എമംഗ് യു, നിങ്ങളിൽ നിന്ന് ഒരു പ്രിൻസ്, ഒരു രാജകുമാരനെയോ കുമാരിയെയോ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദ കിങ് ഡിസ്ട്രിബ്യൂട്ട് സീഡ്സ്. കിങ് അതിനു വേണ്ടി എന്ത് ചെയ്യും? സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട്, നിങ്ങൾക്ക് സീഡ്സ് വിതരണം ചെയ്യും. ആൻഡ് സെലക്ടഡ് ദ പ്രിൻസ് ഹൂ ഗ്രോസ്, അങ്ങനെ സെലക്ട് ചെയ്യും. സീഡ്സ് തന്നിട്ട് സെലക്ട് ചെയ്യും. ദ പ്രിൻസിനെ സെലക്ട് ചെയ്യും. ഹൂ ഗ്രോസ്, ആരാണോ ദ ഹെൽത്തിയസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് പ്ലാന്റ്, ഏറ്റവും ഹെൽത്തിയസ്റ്റ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റിനെ കൊണ്ടുവരുന്നത് അവരെ സെലക്ട് ചെയ്യും.
സോ ഓൾ ചിൽഡ്രൻ ആർ അസംബിൾ, എല്ലാ കുട്ടികളും അസംബിൾ ചെയ്യണം. ഇൻ പാലസ് യാർഡ്, കൊട്ടാരത്തിലെ മുറ്റത്ത് അസംബിൾ ചെയ്യണം. ഓൺ ടുമാറോ, നാളെ. ഈവനിങ് ഫോർ, നാളെ വൈകുന്നേരം. ഫോർ കളക്ടിങ് ദി സീഡ്സ്, വിത്തുകള് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാളെ വൈകുന്നേരം കൊട്ടാരത്തിന്റെ മുറ്റത്ത് അസംബിൾ ചെയ്യണം. ഓക്കെ. ദെൻ സിഗ്നേച്ചർ കിങ് വിദ്യാധര, അല്ലേ? അപ്പൊ ഇത്രയാണ് നോട്ടീസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് യുവർ പിക്ചർ ഡിക്ഷണറി. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർ പ്രവർത്തനമായിട്ട് കണ്ടിന്യൂ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്ത പിക്ചർ ഡിക്ഷണറി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ എടുത്ത പോർഷൻസ്, സ്റ്റോറിയുടെ പോർഷൻസ് കൂടി നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് കണ്ടെത്തിയിട്ട് അതിന്റെ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ പിക്ചർ ഡിക്ഷണറി ആക്കി ചെയ്ത് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ആ ബെൽ ഐക്കൺ കൂടി അലോ ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.